റോണി സാറ് പറഞ്ഞ മുഴുവൻ CCTV ദൃശ്യങ്ങളെല്ലാം മലങ്കര ഓർത്തഡോക്സ് സഭ പോലീസിന് കൈമാറുകയും പോലീസിൽ ഇവിടെ നടന്ന ഈ ഇല്ലീഗൽ ആക്ടിവിറ്റി അല്ല നിയമവിരുദ്ധമായ ക്രിമിനൽ ആക്ടിവിറ്റിക്കെതിരെ നടപടിയെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടു. പോലീസ് സ്വമേധയാ കേസെടുത്തിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് നീ പൊട്ടനാണോടാ റോണി? മലങ്കര ഓർത്തഡോക്സ് സഭ CCTV ദൃശ്യങ്ങൾ പോലീസിന് കൊടുത്തു, പോലീസിനോട് കേസെടുക്കണമെന്ന് ആവശ്യപ്പെട്ടു. എന്നിട്ട് പറയാണ് പോലീസ് സ്വമേധയാ കേസെടുത്തത്. നീ പറഞ്ഞു നീയാണ് CCTV ദൃശ്യം കൊടുത്തത്, നീയാണ് കേസെടുക്കണമെന്ന് പോലീസിനോട് ആവശ്യപ്പെട്ടത്. എന്നിട്ട് പറയാണ് പോലീസ് സ്വമേധയാണ് കേസെടുത്തത്. ഇതെന്നെ കേൾക്കുന്ന ഞങ്ങൾ വിട്ടികളാണ്. ഒന്നീ ഞങ്ങൾ കുഴപ്പമാണ്, അല്ലെങ്കിൽ നിനക്ക് കുഴപ്പമാണ്. 14 പേരും കണ്ടാൽ അറിയാവുന്ന മറ്റു 10-15 പേർക്കെതിരെയാണ് കേസ്. ആ കേസിലെല്ലാം നോൺ ബെയിലബിൾ ഒഫൻസ് ചാർജ് ചെയ്ത് കേസെടുത്തിട്ടുണ്ട്. ഈ കാര്യത്തിൽ പൊതുസമൂഹം കാര്യങ്ങൾ പണ്ട് പുതുപ്പള്ളി പള്ളിയിൽ അടി ഉണ്ടായപ്പോൾ പോലീസ് FIR എഴുതിയാണ് വെളുത്ത നൈറ്റി ധരിച്ച 14 പേര് എന്നൊക്കെ. എന്ന് പറഞ്ഞാൽ ഇവര് FIR എഴുതി കൊടുത്ത് കണ്ടാൽ അറിയാവുന്നത്. അപ്പൊ ഇവിടുത്തെ സംഭവം ഇത്രയേ ഉള്ളൂ. ഈ അവിടുത്തെ യാക്കോബായക്കാരെ കേസുകളിൽ പെടുത്തി മാനസികമായി അവരെ ക്ഷീണിപ്പിച്ച് അവരെ തകർക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ്. ഇപ്പൊ ഇവിടെ എന്താ പ്രശ്നം? യാക്കോബായ സഭയിൽപ്പെട്ട ഒരു കുഞ്ഞ് മരിച്ചു, അവന്റെ ശവം അവിടെ സംസ്കരിക്കാൻ പോയി. എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് അവിടെ നടത്തിയത്? ഈ റോണി സാറ് പറയുന്നത് അവിടെ എന്ത് ഇല്ലീഗൽ ആക്ടിവിറ്റിയാണ് നടത്തിയത്? ഒരു ശവം കൊണ്ട് സംസ്കരിച്ചു. ശവസംസ്കാരത്തോടനുബന്ധിച്ച് വീട്ടിൽ ശുശ്രൂഷ ചെയ്യും, പിന്നെ നമ്മൾ പള്ളിക്കകത്ത് വരുമ്പോൾ പള്ളിക്കകത്ത് പ്രാർത്ഥിക്കും, പിന്നെ കല്ലറയ്ക്കലും പ്രാർത്ഥിക്കും. അപ്പൊ ഈ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളും വീട്ടിൽ വെച്ച് തന്നെ പൂർത്തീകരിച്ചിട്ടാണ് ഈ മൃതശരീരവുമായിട്ട് വരുന്നത്, എല്ലാ പ്രാർത്ഥനകളും. അപ്പൊ പ്രാർത്ഥനകളൊന്നും അവിടെ നടത്തിയിട്ടില്ല. ഇപ്പൊ ഇവര് പറയുന്ന പോലെ ഒരു വയലേഷനും അവർ നടത്തിയില്ല. പ്രാർത്ഥനകളെല്ലാം പൂർത്തീകരിച്ചിട്ട് കൊണ്ടുവരുന്ന മൃതശരീരമാണ് സെമിത്തേരിയിലേക്ക് കൊണ്ടുവരില്ല. അല്ലെങ്കിൽ സെമിത്തേരി വന്നു നിന്നിട്ട് വീണ്ടും അവരൊരു ക്രമവും ചൊല്ലിയിട്ടില്ല. എല്ലാ ക്രമങ്ങളും പൂർത്തീകരിച്ചിട്ടാണ് കൊണ്ടുവന്നത്. അപ്പൊ നിയമത്തിന്റെ വയലേഷൻ ഇല്ല. പിന്നെയുള്ളത് എന്നാന്ന് ചോദിച്ചാൽ, ഈ അച്ഛൻ ഈ മൃതശരീരത്തെ അനുധാവനം ചെയ്തു. അത് ചെയ്യരുത് നിയമമില്ല. അവിടെ അച്ഛന്റെ പ്രാർത്ഥനകൾ നടത്തരുതെന്നേ ഉള്ളൂ. ഇടവക്കാർക്ക് സെമിത്തേരി പ്രവേശിക്കുക. അച്ഛൻ ഇടവക്കാരനാണ്, കട്ടച്ചിറപ്പള്ളി ഇടവക്കാരനാണ് ഈ അച്ഛൻ. പരേതന്റെ ബന്ധുമിത്രാദികൾക്ക് അല്ലെ ബന്ധുക്കൾക്ക് സെമിത്തേരി പ്രവേശിക്കാം. ഈ അച്ഛന്റെ അടുത്ത ബന്ധുവാണ് ഈ മരിച്ച ബാലൻ. അപ്പൊ രണ്ട് തരത്തിൽ അച്ഛൻ അവിടെ പ്രവേശിക്കാം. അച്ഛൻ അവിടെ കർമ്മങ്ങൾ നടത്തിയിട്ടില്ല, പ്രാർത്ഥനകൾ നടത്തിയിട്ടില്ല, ശുശ്രൂഷകളൊന്നും നടത്തിയിട്ടില്ല. അപ്പൊ അച്ഛൻ ഈ സെമിത്തേരി പ്രവേശിക്കാൻ നിയമം അനുവദിക്കുന്നുണ്ടെന്നിരിക്കെ എന്താണ് ഒഫൻസ്? അച്ഛൻ കുപ്പായിട്ട് പോയതാണ്. അപ്പൊ അച്ഛൻ കയ്യിലെടുത്ത് പോകണമായിരുന്നു എന്നാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അപ്പൊ അച്ഛൻ സാമാന്യ വസ്ത്രം ധരിച്ചുകൊണ്ട്, അച്ഛന്റെ സാമാന്യ വസ്ത്രം ധരിച്ചുകൊണ്ട് ആ മൃതശരീരത്തെ അനുധാവനം ചെയ്ത് സെമിത്തേരിയിലേക്ക് പോയി. കാരണം അച്ഛന്റെ മുറ്റവും ഈ മരിച്ച പയ്യന്റെ മുറ്റവും ഒരു മുറ്റം പോലെയുള്ള അത്ര അടുത്ത് താമസിക്കുന്ന അയൽക്കാരാണ്, ഇടവക്കാരാണ്, ബന്ധുവാണ്. ഇനി മറ്റ് രീതി പറഞ്ഞ, ആത്മീകമായിട്ട് പറഞ്ഞ അത് അവിടുത്തെ വികാരി അച്ഛനാണ്. ഇദ്ദേഹം മാമോദിസ മുഖ്യ കുഞ്ഞാണ്. അതൊന്നും പരിഗണിക്കണ്ട. കാരണം ആത്മീകമായിട്ട് അവിടെ യാതൊരു ശുശ്രൂഷയും ചെയ്യരുതെന്ന് പറഞ്ഞതുകൊണ്ട് മറ്റ് പരിഗണനകളുണ്ട്. അയൽക്കാരൻ എന്ന, ഇടവാംഗം എന്ന, ബന്ധു എന്ന പരിഗണനകളുണ്ട്. അതുകൊണ്ട് ഈ കാരണങ്ങളാൽ ഈ മൃതശരീരം ഈ സംസ്കരിക്കുന്ന സെമിത്തേരിയിലേക്ക് അച്ഛൻ പോയത് പ്രാർത്ഥനകൾ നടത്താനില്ല. അത് പോലീസ് വെരിഫൈ ചെയ്തിട്ടില്ല. അപ്പൊ കുപ്പായ വിട്ട് ഒരാൾ പോകുന്ന കണ്ടേ ഇവര് പോലീസിനെ ഇളക്കി വിട്ട് അവിടെ കലാപം ഉണ്ടാക്കുകയായിരുന്നു. അപ്പൊ കലാപത്തെ തുടർന്ന് ഇപ്പൊ കണ്ടാലറിയാവുന്ന 25 പേർക്കെതിരെ ജാമ്യമില്ലാ വകുപ്പ് ചുമത്തി അറസ്റ്റ് ചെയ്യിച്ച് ഇപ്പം ഇലക്ഷൻ കഴിയുമ്പോൾ അന്ന് വൈകിട്ട് അറസ്റ്റ് ചെയ്യാനും അവരെ ക്രൂരമായി പീഡിപ്പിക്കാനും ഒക്കെയാണ് ഇവർ പ്ലാൻ ചെയ്യുന്നത്. ഇങ്ങനെ അടിച്ചമർത്തി മർദ്ദിച്ചുകൊണ്ട് യാക്കോബായക്കാരന്റെ ആത്മവീര്യം കെടുത്താൻ കഴിയും എന്നും, അതേ സമയത്ത് തന്നെ യാക്കോബായക്കാരാണ് കുഴപ്പമുണ്ടാക്കുന്നത്, ഞങ്ങൾ വിശുദ്ധന്മാരും നിഷ്കളങ്കരും നിരപവാദ്യന്മാരും മാന്യന്മാരുമാണെന്ന് ഈ പറഞ്ഞ മെത്രാച്ചനും സെക്രട്ടറിയും ട്രസ്റ്റിയും ഒക്കെ നിരന്തരമായിട്ട് ലൈവിൽ വന്നിരുന്ന് ഗീബൽസിനെ പോലും നാണിപ്പിക്കുന്ന വിധത്തിൽ നുണ പറയുകയും ചെയ്യുകയാണ്. നുണയല്ലേ റോണി സാറെ ഈ പറയുന്നൊക്കെ? അപ്പൊ യാഥാർത്ഥ്യം ഇതാണ്. ഇവിടെ അരിയാഹാരം കഴിക്കുന്ന മലയാളികൾക്കറിയാം നിങ്ങൾക്ക് എത്രമാത്രം ആക്രാന്തം ഉണ്ടെന്നും എത്രമാത്രം സ്വത്തുമോഹം ഉണ്ടെന്നും യാക്കോബായക്കാരുടെ എത്രമാത്രം വിരോധമുണ്ടെന്നും. അപ്പൊ യാക്കോബായക്കാർക്ക് ജാമ്യത്തിൽ ഇപ്പൊ ഇവരെ ആരിറക്കും? അപ്പൊ യോബ് പ്രാർത്ഥിക്കുന്ന പോലെ
എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലും എന്റെ സാക്ഷി സ്വർഗത്തിലുമാകുന്നു. അപ്പോ യാക്കോബക്കാരന്റെ ജാമ്യക്കാരൻ ഉയരത്തിൽ നിന്നും അവന്റെ സാക്ഷി സ്വർഗത്തിൽ നിന്നും വെളിപ്പെടും. അപ്പോഴും റോണി സാർ ഇവിടെയൊക്കെ കാണണം എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു.